പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 15-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതത്തിലും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, എത്ര വേഗത്തിലാണ് ഒരു മാസത്തിൻ്റെ പകുതി പോയി കഴിഞ്ഞത്. അവൻ ഈ 15-ാമത്തെ പ്രഭാതത്തിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠകരമായാണ് ഓരോ ദിവസവും നമ്മെ നടത്തുന്നത്. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന നല്ല നാഥനെ ഒരു ദിനം കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗം നിന്ന് വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 11-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? നമ്മുടെ അടിസ്ഥാനം ഏതായിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും തിരുവചനം പറയുന്നത് നാം ശ്രദ്ധിക്കണം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ദൈവത്തിൻ്റെ സഭയായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. എല്ലാറ്റിലും ഉപരിയായി ക്രിസ്തു യേശുവിൽ അടിസ്ഥാനപ്പെട്ട ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകും. ഇന്ന് അനേകർ ലോകപ്രസിദ്ധരാകുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും വചനം അടിസ്ഥാനം വിട്ട് ലോകമെന്ന വഴിപഴിപ്പിൽ വീണുകൊണ്ടിരിക്കുന്നു. പല കോപ്രായങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും ശരിയായ അടിസ്ഥാനം ഇടാതെ പണിത വീടിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപമ എത്ര ശരിയാണ്. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അത് പാറമേൽ അടിസ്ഥാനമുള്ളത് ആകയാൽ വീണില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ് നമ്മുടെ അടിസ്ഥാനം. മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ ദൈവവേദനേ, ലോകപ്രകാരം നാം എന്ത് അടിസ്ഥാനങ്ങൾ ഇട്ടാലും ലോകത്തിലുള്ള എല്ലാ പണികളും അടിസ്ഥാനങ്ങളും ഒരു ദിവസം ഇളകിപ്പോകും. ആമേൻ. മക്കളിലും ജോലിയിലും പാരമ്പര്യത്തിലും അടിസ്ഥാനമിടുന്നവർ, ആരോഗ്യത്തിൽ അടിസ്ഥാനമിടുന്നവർ, ആമേൻ, കുറച്ചു നാൾ കഴിയുമ്പോൾ ആരോഗ്യം നിലനിൽക്കുകയില്ല. ഒരിക്കലും നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകും. അപ്പോൾ ആരോഗ്യത്തിൽ അടിസ്ഥാനമിട്ടവരെല്ലാം ലജ്ജിക്കേണ്ടി വരും. എനിക്ക് ആരുടെയും ആശ്രയം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സ്വന്തം കാലിൽ തന്നെ ഞങ്ങൾ ജീവിക്കും, സ്വന്തമായി എൻ്റെ ജോലിയിൽ, എൻ്റെ വിദ്യാഭ്യാസങ്ങളിൽ, എൻ്റെ സൗന്ദര്യത്തിൽ, എൻ്റെ സമ്പത്തിലെല്ലാം ഞാൻ ആശ്രയിച്ച് ജീവിക്കുമെന്ന് പറയുന്ന അനേകരും ഞൊടി നേരം കൊണ്ട് ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകളും മരണത്തിലേക്ക് നയിക്കുന്ന മാറാരോഗങ്ങളും പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും ഏതു ശക്തൻ്റെയും അടിസ്ഥാനം ഇളക്കുവാനിടയാക്കും. പ്രിയ ദൈവവേദനേ, ഏത് പ്രതികൂലം നിന്നെ തകർക്കുവാൻ നോക്കിയാലും നിന്റെ അടിസ്ഥാനം ദൈവത്തിലും ദൈവവചനത്തിലുമാണെങ്കിൽ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് തിരുവചനം പറയുന്നു. ഇയ്യോബ് പറയുന്നു, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. ഈ ലോകത്തിലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞാലും ഒരു ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആകയാൽ ഈ പ്രഭാതം ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അടിസ്ഥാനമിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദൈവത്തിലെ നീ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും എന്ന് അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാന്മാർ എന്തും ചെയ്യുവാൻ
തയ്യാറായി നിൽക്കുകയാണ്. അത് ആകയാൽ പ്രിയ ദൈവവേദിയിലെ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നല്ല അപ്പോസ്തലനായി, നല്ല ദൈവവേദലായി, നല്ല മണവാട്ടിയായി, നല്ല വിശ്വാസിയായി, ഈ ഭൂമി നല്ല മാതൃകയുള്ള ഒരു ദൈവവേദലായും വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, ആമേൻ, ഭയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ അടിസ്ഥാനമിട്ട് മുന്നോട്ട് പോകാം. ദൈവം അതിനായി നമ്മെ ഈ പ്രഭാതം ആമേൻ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായ നിരാശകൾ, ശാരീരികമായ ക്ഷീണങ്ങൾ, നല്ല ഭവനമില്ലാതെ മക്കളെ ഓർത്ത് കരയുന്നവർ, കൊച്ചുമക്കളെ ഓർത്ത് കരയുന്നവർ, സഹോദരങ്ങളെ ഓർത്ത് കരയുന്നവർ, കർത്താവ് മാതാപിതാക്കളെ ഓർത്ത് കരയുന്നവർ, ആമേ, രോഗബലഹീനതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകളിലായിരിക്കുന്നവർ, അങ്ങനെ നിരവധി അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേക പ്രിയപ്പെട്ടവർ, കർത്താവേ, ഇന്ന് പ്രഭാതം ദൈവസന്നിധി ഞരങ്ങുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ നാഥനെ അങ്ങ് അടിസ്ഥാനം ഇട്ടുകൊണ്ട് ദൈവകൃപയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറച്ചു നിൽപ്പീൻ. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തോട് അരുളിയതുപോലെ നാഥ, ഈ ദിവസങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗം കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.